എന്ന് വെച്ചാൽ സക്കാത്ത്, അതുമാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ. അവരുടെ രഹസ്യ കാര്യങ്ങളുടെ വിചാരണ അള്ളാഹുവിൻ്റെ മേലാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 34. അതായത് അള്ളാഹുവിലും മുഹമ്മദിലും ഖുർആനിലും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നതുവരെ, അഥവാ മുസ്ലിങ്ങളാകുന്നതുവരെ അന്യമതസ്ഥരോട് യുദ്ധം ചെയ്യാനാണ് മുഹമ്മദിന് കൽപ്പന കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു സമൂഹത്തിലുള്ള ആളുകൾ അവരൊന്നടങ്കം ഇസ്ലാമിലേക്ക് വരുന്നില്ല, അവർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, അള്ളാഹുവിലും മുഹമ്മദിലും മുഹമ്മദ് കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം. എന്നിട്ട് അവരെ കൊല്ലാം, അവരുടെ വസ്തുവകൾ പിടിച്ചെടുക്കാം, ധനം മുഴുവനും പിടിച്ചെടുക്കാം. അതാണ് മുഹമ്മദ് പറഞ്ഞ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് അവർ സംരക്ഷിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, വിശ്വസിച്ചില്ലെങ്കിൽ ആക്രമിക്കും, അതെല്ലാം പിടിച്ചെടുക്കും. അപ്പോൾ ഈ കൽപ്പന ഒരു കാലത്ത് ലോകത്തിലെ മുസ്ലിങ്ങളെല്ലാം, അതായത് 100% മുസ്ലിംസും അക്ഷരം പ്രതി അനുസരിച്ച് പോന്നിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും.